ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദുബായിൽ ഇനി 8 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ മിച്ചമുള്ളൂ എന്നുള്ളതാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിട്ടുള്ള ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ കടുത്ത ഭക്ഷ്യപ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇറാൻ യുദ്ധം അമേരിക്ക പ്രതീക്ഷിച്ചതിലും വളരെ കാലം നീണ്ടുനിന്നു എന്നതാണ് അടിസ്ഥാന വസ്തുത. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചത് യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ കടുത്ത ഭക്ഷ്യക്ഷാമത്തിന് കാരണമായതായി നിരീക്ഷകർ പറയുന്നു. ദുബായിലെ സ്ഥിതി കൂടുതൽ മോശമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. നിലവിൽ വിശുദ്ധ റംസാൻ മാസത്തിൽ കൈകളും വായും കഴുകുന്നതിന് മുമ്പ് പഴങ്ങൾ കഴിച്ച് നോമ്പ് തുറക്കുന്നത് പതിവാണ്. എന്നാൽ പഴങ്ങളുടെ അഭാവം മൂലം വലിയ പ്രശ്നമുണ്ട്. പഴങ്ങൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും ക്ഷാമമുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. നിലവിൽ UAE-യിൽ 8 ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ യുദ്ധം കൂടുതൽ കാലം നീണ്ടു നിന്നാൽ അത് വർദ്ധിച്ചു വരികയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ബഹ്റിൻ എന്നിവിടങ്ങളിലെ ഭക്ഷ്യസ്ഥിതി കൂടുതൽ വഷളാകാനും സാധ്യതയുണ്ട്. കുവൈറ്റിലും ഇതേ പ്രശ്നം ഉടലെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചത് ഗൾഫ് രാജ്യങ്ങളെ വലിയ കുഴപ്പത്തിലാക്കി എന്നത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ് എന്നുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ രാജ്യങ്ങൾ അവരുടെ ഭക്ഷണത്തിന്റെ 80 മുതൽ 90% വരെ ഇറക്കുമതി ചെയ്യുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ചൂടുള്ള പാനീയങ്ങൾക്കായി ചായ, കാപ്പി മുതലായവയും അവർ ഇറക്കുമതി ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നായ ഈ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അത് നിഷേധിക്കാനാവാത്തതാണ്. അതിനാൽ കടൽ ചരക്ക് മാത്രമല്ല വ്യോമച്ചരക്കിനെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം വിമാനങ്ങൾക്ക് പോലും ആ പ്രദേശത്തേക്ക് പോകാൻ കഴിയില്ല. അതിനാൽ അതിലൂടെ ഭക്ഷണം എത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. എന്തായാലും ഇപ്പോൾ ദുബായ് വലിയ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും ആവശ്യത്തിനുള്ള ഭക്ഷണം സ്റ്റോക്ക് ഉണ്ട് എന്നാണ് UAE അറബ് എമിറേറ്റ്സ് പറയുന്നത്. അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പറയുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ നടത്തുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ സൗദിയും വൈകാതെ തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഖത്തർ ആണെങ്കിൽ ഓൾറെഡി ഗ്യാസ് പ്ലാന്റുകളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഭാഗികമായി എയർലൈൻസ് എല്ലാം തുറന്നിട്ടുണ്ടെങ്കിലും അതും ഉടനെ തന്നെ വലിയ പ്രതിസന്ധിയിലാകുമെന്നാണ് ഇപ്പോൾ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.